ഹലോ എവ്രി വൺ, നിസാമാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ 4 ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുള്ള LD പരീക്ഷയുടെ ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അടുത്ത ഘട്ടങ്ങളിൽ എഴുതാൻ പോകുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. എങ്ങനെയാണ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് അതിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കും നിങ്ങൾ. ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ ഡാഷ് ദ പ്രൊജക്ട്. നമുക്കറിയാം ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എത്രാമത്തെ കണ്ടീഷണൽ സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. കാരണം ഇഫ് ക്ലോസിലുള്ള വെർബിന്റെ പാറ്റേൺ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇഫ് ക്ലോസിലുള്ള വെർബിന്റെ പാറ്റേൺ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് V2 ഫോമിൽ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ പാസ്റ്റ് ഇഫ് ക്ലോസിൽ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്കറിയാം എത്രാമത്തെ കണ്ടീഷണൽ സെന്റൻസ് ആണെന്ന്. കണ്ടീഷൻ 2 ആണ് ഇത് വരുന്നത് അല്ലേ. കണ്ടീഷണൽ 2 ആണ്. കണ്ടീഷണൽ 2 നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇഫ് ക്ലോസിൽ V2 അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും എന്നുള്ളത്. മെയിൻ ക്ലോസിൽ ഒന്നെങ്കിൽ വുഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുഡ് ആയിരിക്കും, അല്ലെങ്കിൽ മൈറ്റ് ആയിരിക്കും, അതുപോലെയുള്ള മോഡൽ ഓക്സിലറി വെർബ് ആയിരിക്കും. ദെൻ അതിനുശേഷം നമ്മൾ മോഡൽ ഓക്സിലറി ആയതുകൊണ്ട് നമ്മൾ അതിനുശേഷം വെർബിന്റെ ബേസ് ഫോം യൂസ് ചെയ്യണം, V1 യൂസ് ചെയ്യണം. സോ നമുക്ക് ഇനി നേരെ എന്താണ് ആൻസറിലേക്ക് കണ്ടുപിടിക്കാം. ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ വുഡ് ഹാവ് കംപ്ലീറ്റഡ് വരില്ല. കാരണം എന്താണ്, വുഡിന് ശേഷം ഹാവ് ആണ് വന്നത്, നമുക്ക് ബേസ് ഫോം ആണ് വരേണ്ടത്. വിൽ കംപ്ലീറ്റ് അതും നമുക്ക് പറ്റില്ല, കാരണം വില്ലാണ് കൊടുത്തത്. ദെൻ വുഡ് കംപ്ലീറ്റഡ് എന്നാണ്, അത് തെറ്റല്ലേ. കാരണം വുഡിന് ശേഷം നമ്മൾ വെർബിന്റെ ബേസ് ഫോം അതായത് V1 മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി വുഡ് കംപ്ലീറ്റ്. ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ വുഡ് കംപ്ലീറ്റ് ദ പ്രൊജക്ട്. സോ നമ്മൾ ആദ്യം നോക്കേണ്ടത് എത്രാമത്തെ കണ്ടീഷൻ ആണ്. ആ കണ്ടീഷൻ എത്രാമത്തെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അതിലൊന്നെങ്കിൽ ഇഫ് ക്ലോസിൽ ഉണ്ടാകും, അല്ലെങ്കിൽ മെയിൻ ക്ലോസിലെ വെർബ് പാറ്റേൺ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. കൃത്യമായിട്ട് നോക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. അപ്പോൾ നമുക്ക് ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഇതും ഒരു കണ്ടീഷൻ സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ സാധാരണ പഠിച്ചതെന്ന് പറഞ്ഞത് ഹാഡ് വരികയാണെങ്കിൽ അല്ലെ, ഹാഡ് പ്ലസ് V3 വരികയാണെങ്കിൽ അത് തേർഡ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ വുഡ് ഹാവ് കൊടുക്കണം. ഇവിടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹാഡ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഹാഡ് ഇവിടെ ഓക്സിലറി വെർബ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്സിലറി വെർബ് ആണെങ്കിൽ ഓക്സിലറി വെർബിന് ശേഷം എന്തെങ്കിലും വെർബ് അവിടെ കാണണം, ഏതെങ്കിലും വെർബ് കാണും. ഓക്സിലറി എന്ന് പറഞ്ഞാൽ വെർബിനെ സഹായിക്കാനുള്ള വെർബാണ് അല്ലെ. അപ്പൊ സഹായിക്കണ ഒരാൾ അവിടെ ഉണ്ട്, അപ്പൊ സഹായം സ്വീകരിക്കുന്ന ആളും അവിടെ വേണം. അപ്പൊ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇഫ് ഐ ഹാഡ് മണി ഒരിക്കലും ഒരു വെർബ് ആയിട്ട് വരുന്നില്ല. മണി നൗൺ ആണ് നമുക്കറിയാം. സോ ഹാഡ് എന്ന് പറയുന്നത് അപ്പം ഒറ്റയ്ക്കാണ് വന്നത് അല്ലെ. ഒറ്റയ്ക്ക് വന്നവനായതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് പറയാം, മെയിൻ വെർബ് ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തത്. സോ ഹാഡ് മെയിൻ വെർബ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഹാഡ് എന്ന് പറയുന്നത് മെയിൻ വെർബ് ആണെങ്കിൽ അത് എത്രാമത്തെ കണ്ടീഷൻ ആണെന്നുള്ളതാണ് മനസ്സിലാക്കണം. ഹാഡ് മെയിൻ വെർബ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് സിമ്പിൾ പാസ്റ്റിലാണ് യൂസ് ചെയ്യുക അല്ലെ. ഐ ഹാഡ് എ കാർ, ഐ ഹാവ് എ കാർ, ഐ ഹാഡ് എ കാർ. അപ്പം സിമ്പിൾ പ്രസന്റ് പറഞ്ഞു, ഐ ഹാഡ് എ കാർ എന്നും സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കണ്ടീഷണൽ 2 ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. കണ്ടീഷണൽ 2 ആണ് സെന്റൻസ് എന്നുള്ള കാര്യം. അപ്പോൾ കണ്ടീഷണൽ 2 എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും, ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നോക്കി വെക്കുക. ആദ്യത്തേത് നമുക്ക് കണ്ടീഷൻ 1 കാര്യം നോക്കാം. കണ്ടീഷൻ 1 നമുക്ക് ഹാവ് എന്നായിരിക്കും ഉണ്ടാവുക. ഹാവ് മെയിൻ വെർബ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ദെൻ കണ്ടീഷൻ 2 നമുക്ക് ഹാഡ് ആയിരിക്കും ഉണ്ടാവുക. ഹാഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആണ്. കണ്ടീഷൻ 3 നമുക്ക് മെയിൻ വെർബ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹാഡ് എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ പറ്റും. കാരണം കണ്ടീഷൻ 3 പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഹാവിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാഡ് ആണ്. ഹാഡ് പ്ലസ് ഹാവിന്റെ മൂന്നാമത്തെ ഫോം, ഹാവിന്റെ മൂന്നാമത്തെ ഫോം എന്ന് പറഞ്ഞത് ഹാവ് ഹാഡ്, അതുകൊണ്ട് ഹാഡ് ആണ്. സോ ഈ ഒരു പാറ്റേൺ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
കണ്ടീഷൻ സെന്റൻസ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാം, എന്നിട്ട് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ മെയിൻ വെർബ് ആണോ ഓക്സിലറി വെർബ് ആണോ, അതിന് വേറെ വെർബ് ഉണ്ടോ നോക്കുക. വേറെ വെർബ് ഇല്ലെങ്കിൽ അത് ഒറ്റക്കായി വന്നത് കൊണ്ട് അത് മെയിൻ വെർബ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനു ശേഷം ഈ പാറ്റേണിൽ ഏതെങ്കിലും ആണോ എന്ന് നോക്കുക. ഈ പാറ്റേണിലാണെങ്കിൽ ഹാവ് ആണെങ്കിൽ കണ്ടീഷൻ 1, ഹാഡ് ആണെങ്കിൽ കണ്ടീഷൻ 2, ഹാഡ് ആണെങ്കിൽ കണ്ടീഷൻ 3. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകണം. അടുത്ത ചോദ്യം ഒരു ടാഗിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഹി കെയിം ഏർലി ഡാഷ്. സോ നമ്മൾ ഏറ്റവും ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗിന്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാര്യം പറയുന്നു അങ്ങനെ തന്നെയല്ലേ, അത് ശരിയല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടാഗ് കൊടുക്കുന്നത്. ഒരു വാലായിട്ട് ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടാഗ് കൊടുക്കുന്നത്. അപ്പം ഇതിന്റെ ഏറ്റവും ബേസിക് റൂൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് നമ്മൾ ആദ്യം പറയുന്ന സ്റ്റേറ്റ്മെന്റ് എങ്കിൽ അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കാൻ നമ്മൾ നെഗറ്റീവ് ടാഗ് ആണ്. നെഗറ്റീവ് ടാഗ് എന്ന് പറയുമ്പം ടാഗിൽ ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഓക്സിലറി ഉണ്ടാകും, അതിനുശേഷം ഒരു പ്രോനൗൺ ഉണ്ടാവും. പ്രോനൗൺ എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം, ഒബ്ജക്റ്റ് പ്രോനൗൺ അല്ല, സബ്ജക്റ്റ് പ്രോനൗൺ. കാരണം ഓക്സിലറിയുടെ കൂടെ നമ്മൾ പറയുന്നതാണ്. അപ്പൊ സബ്ജക്റ്റ് പ്രോനൗണുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റ് പ്രോനൗണുകളാണ് വരേണ്ടത് എന്നുള്ള കാര്യം. സോ ഇതിനെ നെഗറ്റീവ് ആക്കാൻ നമ്മൾ നെഗറ്റീവ് ഓക്സിലറി യൂസ് ചെയ്യും, പോസിറ്റീവ് ആക്കാൻ നമുക്ക് നോർമൽ ഓക്സിലറി യൂസ് ചെയ്താണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് നോക്കൂ നിങ്ങൾ. ഹി കെയിം ഏർലി, ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് കിട്ടുക വേണ്ടത് ഇനി നെഗറ്റീവ് ടാഗുകളാണ്. നമുക്ക് നെഗറ്റീവ് ടാഗ് ആയിട്ട് രണ്ട് ഓപ്ഷനെ കൊടുത്തിട്ടുള്ളൂ. ആദ്യത്തെ രണ്ട് ഓപ്ഷൻ എന്താണ്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ ഡിഡിൻ ഹി, ഡസിൻ ഹി, രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഇനി നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം ഏത് ഓക്സിലറി ആണ് വരിക എന്നുള്ളത്. കെയിം ആണ് വെർബിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ, സെന്റൻസിൽ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുള്ള വെർബ് എന്ന് പറയുന്നത് കെയിം ആണ്. കെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഡ് പ്ലസ് കം ആണ് കെയിം എന്ന് വരുന്നത് അല്ലെ, ഡിഡ് പ്ലസ് കം. അപ്പൊ നമുക്ക് ഓക്സിലറി കിട്ടിയില്ലേ, ഓക്സിലറി എന്ന് പറയുമ്പോൾ ഡിഡ് ആണ് വരുന്നത്. സോ ഡിഡിനെ നമ്മൾ നെഗറ്റീവ് ആക്കാൻ ഡിഡിൻഡ് എന്ന് കൊടുക്കുന്നു, ഡിഡിൻ ഹി. ഇനി ഇവിടെ കംസ് എന്നാണെങ്കിൽ COMES, ഹി കംസ് ഏർലി എന്നാണെങ്കിൽ ഡസ് പ്ലസ് കം ആണ് കംസ് വരുന്നത്. അപ്പൊ നമ്മൾ ഡസ് ഇൻ ഹി എന്ന് കൊടുക്കണം. ദെൻ ഓക്സിലറി നോക്കൂ നിങ്ങൾ, ഹീക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഹി എന്ന് കൊടുത്തു. ഇവിടെ ആളുടെ പേരാവാം, നിസാം ആണെങ്കിൽ ഹി, രേവതി ആണെങ്കിൽ ഷീ. അതുപോലെ എന്താണ് വ്യക്തികൾക്ക് അനുസരിച്ചിട്ട് സബ്ജക്ട് പ്രോനോണുകളും നിങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഡിഡിൻ ഹി. ഓർത്തിരിക്കേണ്ടത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗും, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗുമാണ് വരുന്നത് എന്ന് ഓർത്തിരിക്കുക. ഒരു ടാഗിൽ ഉണ്ടാവുക ഒരു ഓക്സിലറി ഉണ്ടാകും, പ്ലസ് സബ്ജക്ട് പ്രോനോൺ ആണ് ഉണ്ടാവുക. ഓക്സിലറി നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, നെഗറ്റീവ് ടാഗ് ആക്കാൻ വേണ്ടി ഓക്സിലറിയെ നമ്മൾ നെഗറ്റീവ് ഫോം യൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകണം. അടുത്തതും ഒരു എന്താണ്, ടാഗിന്റെ ക്വസ്റ്റ്യൻ ആണ്. വി ഡു അവർ വർക്ക്. കൃത്യമായിട്ട് എന്താണ്, ഇത് പോസിറ്റീവ് ആണെന്ന കാര്യം നമുക്കറിയാം. അപ്പൊ നമുക്ക് നെഗറ്റീവ് ടാഗ് ആണ് വരേണ്ടത്. ഇവിടെ നെഗറ്റീവ് ടാഗ് ആയിട്ട് 3 ഉണ്ട്. ഓപ്ഷൻ ബി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ഏതാണ് ഓക്സിലറി വെർബ് എന്ന് നോക്കാം. ഓക്സിലറി വെർബ് വരുന്നത് ഡു ആണ്. ഡൂയുടെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത് ഡോണ്ട് ആണ്. ഡോണ്ട് ഉള്ളത് എ ഉണ്ട്, സി ഉണ്ട്. നമുക്ക് ഡി ഒഴിവാക്കാം. ഇനി നമ്മൾ ഓക്സിലറി കണ്ടുപിടിച്ചു, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കണ്ടുപിടിച്ചു. ഇനി ഇതിന്റെ പ്രോനൗൺ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തേതിൽ ഡോൺ വി ഉണ്ട്, മൂന്നാമത്തേതിൽ ഡോണ്ട് അസ് ഉണ്ട്. വിയും അസും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വി എന്നുള്ളതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഒരു പ്രവൃത്തി ചെയ്യാൻ അല്ലെ, വി ഡിഡ് ദാറ്റ്, സബ്ജക്റ്റ് ആണ്. അസ് ഒരിക്കലും എന്താണ്, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് വരില്ല. സബ്ജക്റ്റ് ആയിട്ട് വരും. അസ് ഒരു ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ്. ദേ ഗിഫ്റ്റഡ് അസ്, ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. അവിടെ ഞങ്ങൾക്കാണ് തരുന്നത് അല്ലെ, യെസ്, അത് ഓർത്തിരിക്കണം. സോ ഒബ്ജക്റ്റ് പ്രോനോൺ ആണ്. ഞാൻ പറഞ്ഞു നേരത്തെ സബ്ജക്റ്റ് പ്രോനോൺ ആണ് ഓക്സിലറി വെർബ്സ് ടാഗിൽ വരികയേ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ നമുക്ക് ഓപ്ഷൻ സിയും നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഈ പരീക്ഷയിൽ ഈ ചോദ്യത്തിൽ പലരും എന്താണ് ഡോണ്ടസ് കൊടുത്തിട്ട് പലരുടെയും ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ ആ കൃത്യമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് വേണം. ഓക്സിലറി കൊടുക്കുമ്പോൾ അത് സബ്ജക്റ്റ് പ്രോനോൺ,
പ്രോനോൺ കൊടുക്കുകയാണെങ്കിൽ അത് സബ്ജക്റ്റ് പ്രോനോണുകൾ മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ എന്നുള്ള കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. അടുത്ത ചോദ്യം നോക്കുക നിങ്ങൾ. നൺ ഓഫ് ദ വർക്ക്മെൻ അറൈവ്ഡ്. ഇപ്പോ നമ്മൾ 2 ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്വസ്റ്റ്യൻ കണ്ടു. അതിൽ 2 സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. എന്നാൽ ഇവിടെ എന്താണ് സ്റ്റേറ്റ്മെന്റിന്റെ അവസ്ഥ? നൺ എന്ന് കാണുന്നുണ്ട്. നൺ, ഡോണ്ട്, നോട്ട് അല്ലെ, ഇതുപോലെയുള്ള സാധനങ്ങൾ നമ്മുടെ സെന്റൻസിൽ ഉണ്ടെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ടാഗ് ആണ് വരുന്നത്. പോസിറ്റീവ് ടാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഡിന്റെ ഒഴിവാക്കാം, ഡോണ്ട് ഒഴിവാക്കാം. ദെൻ ഡു ദേ, ഡിഡ് ദേ, 2 ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് കൃത്യമായിട്ട് ഏതാ ഓക്സിലറി വരേണ്ടത് എന്ന് കണ്ടുപിടിച്ചാൽ മതി. അറൈവ്ഡ് ആണ്. അറൈവ്ഡ് നമുക്കറിയാം, ഡിഡ് പ്ലസ് അറൈവ് ആണ് അറൈവ്ഡ് എന്നുള്ളത്. ഡിഡ് പ്ലസ് അറൈവ് വരുമ്പോൾ നമുക്ക് എന്ത് കൊടുത്താൽ മതി? ഡിഡ് ദേ എന്ന് കൊടുത്താൽ മതി. വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ ടാഗ്, നിങ്ങൾ തെറ്റിക്കരുത്. ഇനി അടുത്തത് നോക്കുന്നത് നിങ്ങൾ ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ഇത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു സാധനമാണ്, ടാഗിൽ വരുന്നത് തന്നെയാണ്. ഷാൾ യു, വിൽ യു, ഷാൾ വി, മേ വി. നോക്കൂ നിങ്ങൾ, ലെറ്റസ് ആണെങ്കിൽ ലെറ്റ് അനുവദിക്കുക, അസ് നമ്മളെ അനുവദിക്കുക, ഗോ ഫോർ എ വാക്ക് നമുക്കൊന്ന് നടക്കാൻ പോയിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ അവിടെ എന്താണ്? അനുവദിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ഒബ്ജക്റ്റ് പ്രോൺ ഈ ലെറ്റസ് വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കുക ഷാൾ വി ആണ്. നമ്മൾ എല്ലായ്പ്പോഴും എന്താണ് കൊടുക്കേണ്ടത് കേട്ടോ? ഷാൾ വി. കാരണം വിയുടെ കൂടെ ഐന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഷാൾ ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഐ ഷാൾ, വി ഷാൾ. ഇപ്പൊ അത് നോർമൽ എല്ലാവരും വില്ലാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ അത് നമ്മൾ എന്താണ്? ഷാൾ വി ആണ്. കാരണം ഇവിടെ അസ് ആണ് കൊടുത്തത്. അസ് കൊടുത്തത് എന്താണ്? നേരെ നമ്മൾ സബ്ജക്റ്റ് പ്രോണോൺ ആക്കുമ്പോൾ വി എന്ന് നമുക്ക് വരും കേട്ടോ. യെസ്, അത് അനുവദിക്കുക. ഇതൊരു ഇംപാരറ്റീവ് സെന്റൻസ് ആണ്. ലെറ്റസ് നമ്മളെ തന്നെ അനുവദിക്കുക എന്ന് പറയാണ്. യെസ്, നമ്മളെയാണ് നമ്മൾ അനുവദിക്കുന്നത്. അതുകൊണ്ട് ഷാൾ വി. നമുക്ക് പോയാലോ? ഇനി ശ്രദ്ധിക്കേണ്ടത് ലെറ്റസിന് പകരം ചിലപ്പം ലെറ്റസ് നോട്ട് എന്ന് വരാം. ലെറ്റസ് നോട്ട് എന്ന് വരാം. അങ്ങനെ വന്നാലും എന്താണ്? ഷാൾ വി തന്നെയാണ് ഇതിന്റെ ടാഗ് വരുന്നത്. ആ കാര്യം കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ലെറ്റസ് വന്നാലും ലെറ്റസ് നോട്ട് വന്നാലും ഷാൾ വി തന്നെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. ഒരു കോൺകോർഡിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ യെസ്റ്റർഡേ. സോ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഒരു പാറ്റേൺ ആണ് അല്ലെ. കൃത്യമായിട്ട് എങ്ങനെയാണ് വൺ ഓഫിന് ശേഷം നമ്മൾ നൗൺ എഴുതേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ റൂൾസ് ഉണ്ട്. വൺ ഓഫിന് ശേഷം നമ്മൾ എഴുതേണ്ടത് പ്ലൂരൽ കൗണ്ടബിൾ നൗണിനെയാണ് നമ്മൾ എഴുതുന്നത്. പ്ലൂരൽ കൗണ്ടബിൾ നൗൺ അതുകൊണ്ട് നമ്മൾ പ്ലൂരൽ കൗണ്ട് എന്ന് എഴുതാം. വെറും കൈയോടെ നമുക്ക് പ്ലൂറൽ കൗണ്ടബിൾ നൗണിനെ എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഒന്നെങ്കിൽ അവിടെ നമ്മൾ ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ കൊടുക്കണം, അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവുകളായിട്ടുള്ള മൈ, ഹിസ്, ഹർ പോലെയുള്ള പൊസസീവ് അഡ്ജക്റ്റീവുകൾ നമ്മൾ യൂസ് ചെയ്യണം. മൈ ഫ്രണ്ട്സ്, മൈ കസിൻ, ദ ബുക്സ്. അപ്പൊ നിങ്ങൾ നോക്കണം, വൺ ഓഫിന് ശേഷം ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പ്രോനോൺ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പൊസസീവ് പ്രോനോൺ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ എന്താണ്? കൗണ്ടബിൾ നൗണിന്റെ പ്ലൂരൽ ഫോം യൂസ് ചെയ്യണം. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ്? ഇവിടുത്തെ വേർബ് ഏതാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. വൺ ഓഫ് സംതിങ് എന്നാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ പറയുന്ന പ്ലൂരൽ ആയിട്ടുള്ള കൗണ്ടബിൾ നൗൺ അല്ല നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. പകരം ഈ ആദ്യത്തെ വണ്ണിനെയാണ്, വണ്ണ് നോക്കിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? വേർബ് തിരഞ്ഞെടുക്കുക. വൺ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഒന്നെന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. സിംഗുലർ ആകുമ്പോൾ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം എന്നുള്ളത് ബേസിക് റൂൾ ആണ്. സോ സിംഗുലർ ആണോ എന്ന് നോക്കുക. അപ്പൊ സിംഗുലർ ആയിട്ടുള്ള വേർബുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നോക്കുക. ഒന്നാമത്തത് വോസ് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തത് ഈസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറും ഹാവും നമുക്ക് ഒഴിവാക്കാം. ഇനിയുള്ളത് വോസ് ആണോ ഈസ് ആണോ എന്ന് നോക്കിയാൽ മതി. അതിൽ ഒന്നാമത്തത് നമുക്ക് പറഞ്ഞു തരാൻ ഇവിടെ യെസ്റ്റർഡേ എന്നുണ്ട്, ഇന്നലെ എന്നുള്ള കാര്യമുണ്ട്. ഇന്നലെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? അത് പാസ്റ്റ് ആണ്. പാസ്റ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ എന്താണ്? വോസ് മാത്രമാണ്. സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് ചിലപ്പോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഈ വൺ ഓഫ്. വൺ ഓഫിന് ശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൊടുക്കണം, അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവുകൾ നിങ്ങൾ കൊടുക്കണം കേട്ടോ. പൊസസീവ്. അതിനുശേഷം പ്ലൂരൽ
കൗണ്ട് നൗണുകളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെ കൊടുത്താലും അതിന്റെ വെർബ് വരുന്നത് സിംഗുലർ ആയിരിക്കും എന്നുള്ള കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. സോ ഈ ഒരു പാറ്റേൺ കൃത്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. വൺ ഓഫ് ദ, ഇതേ ഒരു പാറ്റേണിലാണ് നെയ്തർ എയ്തർ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. The tourist guide along with the tourist dash arrived. Has, have, are, will be. ഇവിടെ ഏതാണ് സബ്ജക്റ്റ് എടുക്കേണ്ടത് എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരിക. ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ട്, ടൂറിസ്റ്റുകളുണ്ട്. അപ്പൊ നമുക്ക് ഇത് സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ ടൂറിസ്റ്റുകളുടെ കൂടെ ടൂറിസ്റ്റ് ഗൈഡ് വന്നു എന്നാണ് സെന്റൻസിന്റെ മീനിങ് വരുന്നത്. ടൂറിസ്റ്റുകളുടെ കൂടെ എന്നാ പറയുന്നുള്ളൂ, ടൂറിസ്റ്റുകൾ വന്നു എന്ന് പറയുന്നില്ല. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ആദ്യം പറഞ്ഞിട്ടുള്ള ടൂറിസ്റ്റ് ആണ്, ടൂറിസ്റ്റ് ഗൈഡ് ആണ്. ടൂറിസ്റ്റുകളുടെ കൂടെ ടൂറിസ്റ്റ് ഗൈഡ് വന്നു. അപ്പൊ നമ്മൾ ഏതായിരിക്കും സബ്ജക്റ്റ് ആയിരിക്കേണ്ടത്? ടൂറിസ്റ്റ് ഗൈഡ് എന്നാണ്. ടൂറിസ്റ്റുകൾ വന്നു എന്നല്ല. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഏതാണ് വരുന്നത്? ടൂറിസ്റ്റ് ഗൈഡ് എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് രണ്ട് നൗണുകള്, ആ നൗണുകളെ ബന്ധിപ്പിക്കാൻ along with, together with, വെറും വിത്ത് പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഇതിനു മുൻപ് പാറ്റേൺ ആസ് വെൽ ആസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്യപ്പെടുകയും അതൊരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആവുകയും ചെയ്യുകയാണെങ്കിൽ ഈ ആദ്യം പറയുന്ന നൗണ് വണ്ണിനാണ് നമ്മൾ വേർബ് നോക്കേണ്ടത്. നൗണ് വണ്ണ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബും പ്ലൂരൽ ആണെങ്കിൽ പ്ലൂരൽ വേർബുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സെന്റൻസിന്റെ മീനിങ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ടൂറിസ്റ്റുകളുടെ കൂടെ ടൂറിസ്റ്റ് ഗൈഡ് വന്നു. വന്നതാരാ? ടൂറിസ്റ്റ് ഗൈഡാണ്. മറ്റുള്ളവർ ഇയാളുടെ കൂടെ ഉണ്ട് എന്നേ ഉള്ളൂ, അവരെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നില്ല. അവർ വന്നിട്ടിന്റെ കാര്യം നമുക്ക് അതിൽ നിന്നാണ് കിട്ടുന്നത്. സോ സബ്ജക്റ്റ് വരുന്നത് ടൂറിസ്റ്റ് ഗൈഡാണ്. ടൂറിസ്റ്റ് ഗൈഡ് ഒരാളേ ഉള്ളൂ. ഒരാളാകുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണ്, സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. സിംഗുലർ വെർബ് ഏതാണ് നോക്കണം. ഇതിൽ എന്തൊക്കെയുണ്ട്? ഹാവ് ഉണ്ട്, ഹാർ ഉണ്ട്, വിൽ ബി ഉണ്ട്. നമുക്ക് എന്ത് കൊടുക്കാം? ആറും ഹാവും വിൽ ബിയും കൂടെ ഉണ്ട്. അറൈവ്ഡ് എന്നുണ്ടല്ലോ, അറൈവ്ഡ് എന്നുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. പിന്നെയുള്ളത് എന്താണ്? ഹാസേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ വരുന്നത് ടൂറിസ്റ്റ് ഗൈഡ് along with the tourist has arrived. The tourist guide has arrived. along with എന്ന് പറഞ്ഞത് അതിനൊന്നും കൂടെ വലുതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അതാണ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. രണ്ട് നൗണുകളെ along with, together with, as well as പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുകയും ആ സാധനം ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ നൗണിന്റെ നമ്പറിനനുസരിച്ചിട്ടാണ് നിങ്ങൾ വേർബ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നേരെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. They said we arrived late. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. റിപ്പോർട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ അറിയേണ്ടത് ഇതിന്റെ ഏത് ടൈപ്പ് സെന്റൻസ് ആണ് നോക്കാം. We arrived late. ഇതൊരു ഡെക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെ, സെന്റൻസ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നേ ഉള്ളൂ. സോ ഡെക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റുകളെ റിപ്പോർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. പറഞ്ഞു ടെൻസ് മാറ്റുക, കാര്യങ്ങൾ ചെയ്താൽ മതി. വി അറൈവ്ഡ് ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് സിമ്പിൾ പാസ്റ്റിലാണ് സെന്റൻസ് കൊടുത്തത് എന്ന് പറയും അല്ലെ. സിമ്പിൾ പാസ്റ്റിലാണ്. ഒന്നാമത്തെ കാര്യം കിട്ടുന്നത് ഡെക്ലറേറ്റീവ് ആണ്. രണ്ടാമത്തെ കാര്യം കിട്ടുന്ന ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് എന്നുള്ള കാര്യം കിട്ടും. മൂന്നാമത്തത് അതിൽ കൊടുത്തിട്ടുള്ള പ്രൊനൗൺ എന്ന് പറയുന്നത് വി ആണ് അല്ലെ. വി ആണ് പ്രൊനൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ദെൻ ടൈം, പ്ലേസ്, അഡ്വേർബുകളൊന്നും ഇല്ല. സോ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട. ഇനി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരെ നോക്കിയാൽ മതി. They said that. അത് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഇനി ബാക്കിയുള്ള കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദേ ഉണ്ട്, കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രോനൗൺ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് അറൈവ്ഡ് ഉണ്ട്, ഹാവ് അറൈവ്ഡ് ഉണ്ട്, ഹാഡ് അറൈവ്ഡ് ഉണ്ട്, വിൽ അറൈവ്ഡ് ഉണ്ട്. ടെൻസ് മാത്രം നോക്കിയാൽ മതി. ക്വസ്റ്റ്യനിൽ ഓപ്ഷനിലൊക്കെ കറക്റ്റ് ആണ്. ടെൻസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ടെൻസ് നോക്കുമ്പോൾ നമുക്കറിയാം സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പ്ലസ് V3 ഏതാണ് നോക്കാം? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓർത്തിരിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ടെൻസിന് ഏത് രീതിയിലാണ് മാറ്റം ചെയ്യപ്പെടുന്നത്.
സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരുന്നാൽ ഈസി ആയിട്ട് ഒരു മാർക്ക് നമുക്ക് നേടിയെടുക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ്. ഈ ഒരു ഇതും റിപ്പോർട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ സെന്റൻസ്, ഈ സ്പീച്ച് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടു അല്ലെ. അപ്പൊ ഇതൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണെന്ന് പറഞ്ഞു. ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലായി. ഇന്ററോഗേറ്റീവ് സെന്റൻസ് 2 ടൈപ്പ് ഉണ്ട്. WH ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് WH ക്വസ്റ്റ്യൻ ആണ് നോക്കുക. അല്ല, കാരണം WH വേർഡ് ഇല്ല, പകരം നീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സിലറി വെർബ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പം ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അത്ര കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ അറിയേണ്ടത് ഇവിടെ നീഡ് ഓക്സിലറി വെർബ് ആയിട്ടാണ് യൂസ് ചെയ്തത് എന്നുള്ളത്. കാരണം നീഡിനെ നമ്മൾ സെമി മോഡൽ ആയിട്ടാണ് കാണുന്നത്. ചില സമയത്ത് നീഡ് മെയിൻ വെർബ് ആയിട്ടും ചില സമയത്ത് നീഡ് ഓക്സിലറി മോഡൽ ഓക്സിലറി ആയിട്ടും പ്രവർത്തിക്കും. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവിടെ ഓക്സിലറി ആണോ ഇവിടെ മെയിൻ വെർബ് ആയിട്ടാണോ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഓക്സിലറി വെർബ് ആണ്. ഓക്സിലറി വെർബ് ആയതുകൊണ്ടാണ് ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയത്. ദെൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒന്നെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യണം എന്നുള്ളത്. സോ നമ്മൾ നോക്കുമ്പോൾ എല്ലാ സെന്റൻസിലും ഇഫ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതൊരു ചോദ്യമാണ് അല്ലെ. ഇതൊരു ചോദ്യമാണ്. ചോദ്യം നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ചോദിക്കാനേ പറ്റുള്ളൂ. ചോദ്യം നമ്മൾ പറയാറില്ല, നമ്മൾ ചോദിക്കാറാണ് അല്ലെ. അപ്പം പറയുക എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒരിക്കലും എന്താണ് റിപ്പോർട്ടിംഗ് ക്ലോസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ആദ്യം നമ്മൾ പറയുന്നതില് അവൻ ഇങ്ങനെ പറഞ്ഞു, ഈ ചോദ്യം പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചോദ്യം ചോദിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സെഡും ആസ്റ്റും നമുക്ക് എന്താണ് ഒഴിവാക്കാം. അതുപോലെ എന്താണ് റിക്വസ്റ്റും അല്ല ഇത്, അതും നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ ആൻസർ വരുന്നത് നവീൻ ആസ്റ്റ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ. അതാണ് സിമ്പിൾ ആണ്. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആകുമ്പോ അത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയും, ഇന്നയാള് ഇതാണ്, നിസാം ഇതാണ്, നിസാം ഒരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ നമുക്കതില് നിസാം ഉണ്ട്, ആണ് എന്ന് പറയാൻ ഈസ് ഉണ്ട്, പിന്നെ എന്താണ് ടീച്ചറിന് ടീച്ചറുണ്ട്, നിസാം ഇസ് എ ടീച്ചർ എന്ന് പറയാം. ഇനി അത് നിസാം ടീച്ചർ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യപ്പെടേണ്ട. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഓക്സിലറി എന്താണ് ആദ്യം കൊണ്ടുപോയാൽ മതി. അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോ സബ്ജക്റ്റിന്റെ മുന്നേ നമ്മൾ ഓക്സിലറി കൊടുക്കും. കാരണം അത് ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ചോദ്യം ചോദിക്കുകയല്ല, അങ്ങനെ ചോദിച്ചു എന്ന് നമ്മൾ പറയുകയാണ്, നമ്മൾ വീണ്ടും അതിനെ ക്വസ്റ്റ്യൻ ആക്കിയല്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നോർമൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ സെന്റൻസ് പറയുന്നത്, സബ്ജക്ട് ഓക്സിലറി മെയിൻ വെർബ് അങ്ങനെയല്ല പോവാ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി കൊടുക്കേണ്ടത്. ആ ഒരു സാധനാർത്ഥം എന്നത്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ നോക്കുന്ന നീഡിനെ മസ്റ്റ് പോലെയാണ് അല്ലെ, അങ്ങനെ ചെയ്യണം അല്ലെ, ഒരർത്ഥത്തിലാണ് നമ്മൾ പറയാം. നീഡിനെ മസ്റ്റിനൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് ടൂലേക്കാണ് മാറ്റേണ്ടത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇഫ് ഹി ഹാഡ് ടു ഗോ, ഇഫ് ഹി ഹാഡ് ടു ഗോ നോക്കൂ നിങ്ങൾ, സബ്ജക്റ്റ് വന്നു, ഓക്സിലറി വന്നു. സിമ്പിൾ ആണ് സാധ്യം കേട്ടോ. അപ്പം ക്വസ്റ്റ്യനിൽ ഓക്സിലറി ആദ്യം വരും, അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി യൂസ് ചെയ്യുക. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ദെൻ നീഡിനെ അത് ഓക്സിലറി ആണെങ്കിൽ ഹാഡ് ടൂവും, അത് ഓക്സിലറി അല്ല വെറും നീഡിനെ നീഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ നീഡഡ് എന്ന് കൊടുക്കുക. സെന്റൻസിൽ നീഡഡ് എന്നാണെങ്കിൽ ഹാഡ് നീഡഡ് എന്ന് കൊടുക്കുക. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഹി സെസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ഇതിനെ റിപ്പോർട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ പറയുന്നത് നോക്ക് നിങ്ങൾ, ടെൻസ് വരുന്നത് സിമ്പിൾ പ്രസന്റിലാണ്. ഹി സെസ് എന്നാ പറയുന്നത്. ഹി സെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിമ്പിൾ പ്രസന്റിലാണ് നമ്മളൊരു കാര്യം ആണെങ്കിൽ അതിനെ നമ്മൾ ഒരിക്കലും ടെൻസിന് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നില്ല. ഹി സെഡ് ആണെങ്കിൽ മാത്രമേ ടെൻസിന് നമുക്ക് എന്താണ് മാറ്റം വരുത്തേണ്ടതായിട്ടുള്ളൂ. ഇതിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടത് എന്താണ്, ആ പ്രോനൗൺ ഉണ്ടല്ലോ, ആരാണ് പറഞ്ഞത് എന്നുള്ളതിൽ മാത്രമാണ് നമുക്ക് എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഹി സെഡ് രണ്ടെണ്ണം നമുക്ക് ഒഴിവാക്കാം. ഹി സെസ് ദാറ്റ് he is attending a training, he was attending a training.
വാസ് അറ്റൻഡിങ് ആകുമ്പോൾ എന്താണ് ടെൻസ് മാറുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ നിങ്ങൾ ഓർത്തിരിക്കുക, എന്താണോ പറയുന്നത്, സെസ് ആണോ ടെൽസ് ആണോ എന്നൊക്കെ ആണെങ്കിൽ സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ പ്രസന്റ് ടെൻസിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ടെൻസ് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യം ഇല്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. യെസ്. ഇനി ഇവിടെ ഹി സെഡ് ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ കൊടുക്കാമായിരുന്നു കേട്ടോ. ഹി സെഡ് ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് കൊടുക്കാമായിരുന്നു. അതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. ദേ ഹാവ് കോണ്ടാക്റ്റഡ് എവ്രി വൺ കൺസേൺഡ്. ഇതിനെ വോയിസ് മാറ്റാനാണ്. നമ്മൾ 4 ഘട്ടങ്ങൾ നോക്കുമ്പോൾ ആകെ ഒരു വോയിസിന്റെ ഒരൊറ്റ ചോദ്യമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ഇതിനെ നമ്മൾ ചെയ്യും എന്നുള്ളതാണ്. ദേ ഹാവ് കോണ്ടാക്റ്റഡ് എവ്രി വൺ കൺസേൺഡ്. സോ നമ്മൾ ഇതിനൊന്ന് മുറിച്ച് എഴുതുകയാണ്. ദേ ആണ് ഇവിടെ സബ്ജക്റ്റ് വരുന്നത് അല്ലെ. ദേ ആണ് സബ്ജക്റ്റ് വരുന്നത്. ദെൻ ഹാവ് കോണ്ടാക്റ്റഡ് ആണ് എന്ത് വരുന്നത്, വേർബ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ടെൻസ് നമുക്ക് മനസ്സിലാവും. ഹാവ് കോണ്ടാക്റ്റഡ് ആവുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പി പി എന്ന് കൊടുക്കട്ടെ, നമുക്ക് പി പി എന്ന് കൊടുക്കാം തൽക്കാലത്തേക്ക്. ദെൻ ഇതിലുള്ള ഒബ്ജക്റ്റ് വരുന്നത് നോക്കി, എവ്രി വൺ കൺസേൺഡ് ആണ് ഇതിൽ ഒബ്ജക്റ്റ് വരുന്നത് അല്ലെ. അവർ കോണ്ടാക്ട് ചെയ്ത ആരെയാണ്, കൺസേൺ ആയിട്ടുള്ള എല്ലാവരെയും അല്ലെ. യെസ്, ബാധിച്ചിട്ട് എല്ലാവരെയും. എവ്രി വൺ കൺസേൺഡ് ആണ് നമ്മുടെ ഒബ്ജക്റ്റ് വരുന്നത്. ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ഇതിനെയാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റാനുള്ളത്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്ജക്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പറയാണ്. ഒബ്ജക്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിന്റെ സബ്ജക്റ്റ് ആക്കിയിട്ട് നമ്മൾ മാറ്റണം. അതിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ എവ്രി വൺ കൺസേൺഡ് എന്ന് എഴുതുക. എവ്രി വൺ കൺസേൺഡ് ആണ് നമ്മുടെ സെന്റൻസ് വരുന്നത്. ഇനി വേർബ് ഏത് കൊടുക്കും എന്നുള്ളതാണ്. പാസ്റ്റ് പെർഫെക്റ്റിനെ നമ്മൾ വോയിസിലേക്ക് മാറ്റുമ്പോൾ ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ടെൻസ് മാറ്റുക എന്ന് പറഞ്ഞാൽ അതിനെ റിപ്പോർട്ട് ചെയ്യുകയാണ്. വോയിസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതില് ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് തന്നെ യൂസ് ചെയ്യാൻ മതി. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാല്, ഒന്നെങ്കിൽ നമ്മൾ ഇതിനെ വോയിസിലേക്ക് മാറ്റുമ്പം ഹാവ് പ്ലസ് ബീൻ എന്ന് കൊടുക്കണം. കാരണം ഇത് ഒരു പ്രവൃത്തി ചെയ്യപ്പെടുകയാണല്ലോ. ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബീന് കൊടുക്കും. അതിനുശേഷം നമ്മൾ V3 കൊടുക്കും. ഹാവ് ആണെങ്കിൽ, പ്ലൂറൽ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഹാസ് കൊടുക്കാം. ഹാസ് ബീൻ പ്ലസ് V3. ഹാസ് ബീൻ പ്ലസ് V3. അപ്പൊ നമ്മൾ എവ്രി വൺ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്, ഹാസ് ബീന്, പിന്നെ നമ്മുടെ കോണ്ടാക്റ്റഡിന്റെ മൂന്നാമത്തെ ഫോമും കോണ്ടാക്റ്റഡ് തന്നെയാണ്, കോണ്ടാക്റ്റഡ്. ദെൻ ബൈ ദം എന്നുള്ളത് എന്താണ്, ബൈ ദം എന്നുള്ളത് ഓപ്ഷണൽ ആണ്, അതിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് നോക്കാം. എവ്രി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോണ്ടാക്റ്റഡ്. നോക്കൂ നിങ്ങൾ, ഇത് ആളുകൾ തെറ്റിക്കുക എന്താണ്, ഇവിടെ ഹാവ് എന്ന് കാണുമ്പോ നേരെ ഹാവിന് പോയി കൊണ്ടുകൊടുക്കും അല്ലെ. ഹാവ് കൺസേൺഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ നോക്കും. അപ്പൊ അത് തെറ്റും നമ്മളത്. കാരണം ഒബ്ജക്റ്റിന്റെ നൗണും കൂടെ നമ്പർ കൂടെ നോക്കണം. ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് കൊടുക്കണം. ഒബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിലാണ് ഹാവ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒബ്ജക്റ്റിനെയാണ് അവിടെ നമ്മൾ സബ്ജക്റ്റ് ആക്കിയിട്ട് മാറ്റുന്നത്. നേരെ അതിനെ എടുത്ത് പറിച്ച് നടുകയല്ല. ഒബ്ജക്റ്റിന്റെ നമ്പർ കൂടെ നോക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ വോയിസ് ചേഞ്ച് ചെയ്യാവുള്ളൂ കേട്ടോ. ആ ഒരു കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ നമ്മുടെ ആൻസർ കിട്ടി. നമുക്ക് ഓപ്ഷൻ സി ആയിട്ട് നമ്മുടെ ആൻസർ കിട്ടി. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. യെസ്, ഇനി പ്രപ്പോസിഷന്റെ ചോദ്യമാണ്. ഐ ആം ഷുവർ ദാറ്റ് സംബഡി വാസ് സ്പൈയിങ് ഡാഷ് അസ്. വളരെ ഈസിയാണ്. സ്പൈന്റെ കൂടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക, നമ്മളെ ആരെങ്കിലും, ഒരു വ്യക്തി ആരെങ്കിലും സ്പൈ ചെയ്യുകയാണെങ്കിൽ ഓൺ എന്ന് പറയാം. കാരണം ഓൺ എപ്പോഴും എന്താണ്, സംബഡി, ആരുടെയും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. ആരുടെ ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ ആരുടെ മേലിലാണ് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. സോ സ്പൈയിങ് ഓൺ, സ്പൈന്റെ കൂടെ എപ്പോഴും നമ്മൾ എന്താണ്, ഒരു വ്യക്തിയെ പറയുകയാണെങ്കിൽ സ്പൈയിങ് ഓൺ അസ് എന്നാണ് പറയുന്നത് കേട്ടോ. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺ ആണ്, സ്പൈയിങ് ഓൺ അസ്. അടുത്തത്, ദ ഫയൽസ് ഫെൽ ഡാഷ് ദ ഷെൽഫ്. ഷെൽഫിൽ നിന്ന് ഫയൽസ് വീണു എന്നാണ്. സോ ഫെല്ലിന്റെ കൂടെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുക ഓഫ് ആണ്. ഓഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ. ഓഫിനെ നമ്മൾ റിമൂവ് ചെയ്യപ്പെടുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിമാനം പറന്നു പോകുന്നതിനെയാണ് നമ്മൾ ടേക്ക് ഓഫ് എന്ന് പറയാം.
പക്ഷെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് അതിനെ എടുക്കുകയാണ്. വിമാനത്തെ ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുമ്പോഴാണ് അതെന്താക്കുന്നത്, മുകളിൽ എത്തുന്നത്, എയറിൽ എത്തുന്നത്, എയർബോൺ ആവുന്നത്. സോ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യുകയാണ്, ടേക്ക് ഓഫ്. അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് നമ്മൾ ഊരുകയാണ്, സോ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. സോ ഓഫ് എപ്പോഴും എന്താണ്, റിമൂവ് ചെയ്യുകയാണ്. ഇവിടെ ഷെൽഫിൽ നിന്ന് ആ ഫയൽസിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. എങ്ങനെയാണ് റിമൂവ് ചെയ്യപ്പെടുന്നത്, വീണിട്ടാണ് അത് റിമൂവ് ചെയ്യപ്പെടുന്നത്. സോ ഷെൽഫ് ഈസ് എംപ്റ്റി ഓഫ് ഫയൽസ്, കാരണം അതിൽ നിന്ന് ഫയൽസിനെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അത് ഓർത്തിരിക്കുക, ഫെൽ ഓഫ്. ഫോൾ ഓഫ് ആണ് സാധാരണ നമ്മൾ ഫോളിന്റെ കൂടെ കൊടുക്കുന്നത്, ഓഫ് ആണ് കേട്ടോ. അതും കൂടെ ഓർത്തിരിക്കുക. മൂവ്, അതിൽ നിന്ന് പോവുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ റിമൂവ് കൊടുക്കുന്നത്, ഓഫ് കൊടുക്കുന്നത്. ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഓഫ് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം, ഹി ഈസ് ബീങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. അവൻ അക്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവൻ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് തെറ്റാ, ഈ അക്യൂസ്ഡ് ഓഫ് തെഫ്റ്റ് അല്ലേ, അവൻ മോഷണ കുറ്റം അവന്റെ പേരിൽ ചാർത്തപ്പെട്ടിട്ടുണ്ട്. അക്യൂസ്ഡ്, അക്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത്, ഓഫ് തെഫ്റ്റ്. അക്യൂസിന്റെ കൂടെ നമ്മൾ ഓഫ് ആണ് യൂസ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, അക്യൂസിന്റെ കൂടെ ഓഫ് ആണ് സാധാരണ വരിക എന്നുള്ള കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോവാണ്. ദ ഡോൾ ബിലോങ് ദ ചൈൽഡ്. ബിലോങ് സ്ഥിരമായിട്ട് നമ്മളൊക്കെ പറയുന്ന ഒരു സാധനമാണ് അല്ലെ. ബിലോങ്, ബിലോങ് ആണ്. ആർക്ക് ബിലോങ് ആണ്? അപ്പൊ നമ്മളൊരു ഡയറക്ഷൻ പറയണം. കുട്ടി പറയുന്നുണ്ട്, കുട്ടിക്ക്, കുട്ടിയുടെ ഡയറക്ഷനിലേക്ക് പറയണം. അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ടു എന്ന് പറയാം. ഡോൾ ബിലോങ്സ് ടു ദ ചൈൽഡ്. കുട്ടിയുടെ ഡയറക്ഷൻ നമ്മൾ പറയണം, അതിനാണ് നമ്മൾ ടു എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഹുറേ, ഹി വൺ ദ മാച്ച്. ഇവിടെ ഹുറേയുടെ പാർട്ട് ഓഫ് സ്പീച്ച് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഹുറേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്റർജെക്ഷൻ ആണ് എന്നുള്ള കാര്യം കേട്ടോ. ഇന്റർജെക്ഷൻ, ഇന്റർജെക്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാ, ആ സെന്റൻസിനെ എക്സ്ക്ലമേറ്ററി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ സെന്റൻസിനെ ഇനി റിപ്പോർട്ട് ചെയ്യാനുള്ള ചോദ്യം വരാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹുറേ ഉള്ളത് കൊണ്ട് ഇതെന്താണ്, ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. യെസ്, ഈ ഇന്റർജെക്ഷനുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പോഴത്തെ ഫീലിംഗ് പറയാൻ വേണ്ടിയിട്ട്, നമുക്ക് വളരെ സന്തോഷമാണ്, വളരെ സങ്കടമാണ്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർജെക്ഷനുകൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലാസ്, ഔച്ച്, വാവ്, യാഹൂ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്റർജെക്ഷൻ ആയിട്ട് വരുന്ന കുറച്ച് ഉദാഹരണങ്ങളാണ്. കഴിഞ്ഞ ഒരു LD സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ അലാസ് മൈ അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് എന്ന് പറഞ്ഞിട്ടൊരു സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലാസ് അവിടെ ഉള്ളത് കൊണ്ട് അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിട്ട് മാറുന്നുണ്ട്. സോ ആ ഒരു ഐഡിയ കൂടെ നിങ്ങൾക്ക് വേണം. കാരണം ഇമോഷൻസ് പറയുന്ന സെന്റൻസുകളാണ് എന്ത്, എക്സ്ക്ലമേറ്ററി അല്ലെങ്കിൽ എക്സ്ക്ലമേറ്റീവ് സെന്റൻസുകൾ വരുന്നത്. സോ ഹുറേ ഇതിനെ എക്സ്ക്ലമേറ്ററി, ഒരു ഇമോഷൻ പറയുന്ന സെന്റൻസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അതും കൂടെ ഓർത്തിരിക്കുക. ഇന്റർജെക്ഷനുകളാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇന്റർജെക്ഷനുകൾ വരുമ്പം അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആകും. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ഡാഷ് മോർ ഗുഡ്, ഗുഡ്, ബെറ്റർ, നൺ ഓഫ് ദിസ്. വളരെ ഈസി ആയിട്ട് ഒരു കമ്പാരറ്റീവ് ഡിഗ്രിയിൽ വരുന്നതാണ്. നമ്മൾ ഗുഡിന്റെ നമുക്കറിയാം അല്ലേ, ഗുഡ് ആണ് പോസിറ്റീവ് ഡിഗ്രി, ബെറ്റർ അതിന്റെ എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി, ബെസ്റ്റ്, ദ ബെസ്റ്റ് അതിന്റെ പോസിറ്റീവ് ഡിഗ്രിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് കൊടുക്കേണ്ടത്. യു ക്യാൻ ഡു ബെറ്റർ, ഓപ്ഷൻ സി ആണ്. മോർ ഗുഡ് എന്ന് പറയരുത് കേട്ടോ, മോർ ഗുഡ് ഒക്കെ പൊട്ടത്തരാണ്. ഗുഡർ എന്ന് പറഞ്ഞ വാക്കൊന്നുമില്ല, നോക്കിയിരിക്കുക. ഗുഡ്, ബെറ്റർ, ദ ബെസ്റ്റ്. അപ്പൊ നമുക്കിവിടെ ബെറ്റർ ആണ് വരേണ്ടത്. അതുപോലെ തന്നെയാണ് ബാഡിന്റെ, ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്, ആ കാര്യങ്ങൾ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാവുന്നേ ഉള്ളൂ. അടുത്തതാണ് സ്പോട്ട് ദ എറർ. ഓൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി ബട്ട് ഹി റീച്ച്ഡ് സ്കൂൾ ലേറ്റ്, നോ എറർ. ഇവിടെ രണ്ട് കൺജങ്ഷനുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓൾദോ ഉണ്ട്, ബട്ട് ഉണ്ട്. ഓൾദോ നമുക്കറിയാം ഒരു സബോർഡിനേറ്റീവ് കൺജങ്ഷൻ ആണ്. ബട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണെന്നുള്ള കാര്യം അറിയാം. രണ്ടിനും ഏകദേശം സിമിലർ ഫംഗ്ഷൻ ആണ്. കോൺട്രാസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം പറയുന്നു, അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് രണ്ടും പറയുന്നത്. അല്ലെങ്കിൽ ഓൾദോ ആദ്യം പറയാം, ഇങ്ങനെയൊക്കെ ആയിരുന്നാലും
അടുത്ത കാര്യം ഇങ്ങനെയാണ്. അതിനാണ് ഓൾദോയും ബട്ടും ഒരു കോൺട്രാസ്റ്റ് പറയാൻ കേട്ടോ. പറഞ്ഞ സാധനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടിന്റെയും യൂസേജ് രണ്ട് രീതിയിലാണ്. ഓൾദോ ആദ്യം വരും, ബട്ട് പറയുന്നത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് രണ്ടാമതായിട്ടാണ് വരിക. അതും കൂടി ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ രണ്ട് കോൺട്രാസ്റ്റ് ഒരിക്കലും ഒരു സെന്റൻസിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കൊടുത്താൽ മതി? ഈ ഓപ്ഷൻ ബി ആണ് തെറ്റ് എന്നുള്ളത് അനുസരിച്ചിട്ട് നമുക്ക് ഓപ്ഷൻ ബി ആൻസർ കൊടുക്കാം. ഓൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി, അവൻ നേരത്തെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നെങ്കിലും എന്താണ്, ഹി റീച്ച് സ്കൂൾ ലേറ്റ്, അവൻ ലേറ്റ് ആയിട്ടാണ് സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. സോ രണ്ടാമത്തെ ഭാഗത്തെ ബട്ട് എന്ന് പറഞ്ഞ ഭാഗത്തിനാണ് തെറ്റിയിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള ഒരു അവസാനത്തെ ഒരു ചോദ്യമായിട്ട് ഒരു ആർട്ടിക്കിൾ ഒരൊറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് വർത്ത് 2 ഇൻ ബുഷ്. ഇത് നമ്മൾ ആർട്ടിക്കിളിന്റെ റൂളൊന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോവേർബ് ആണ് അല്ലെ, കോമൺ പ്രോവേർബ് ആണ്. ഇതിൽ എങ്ങനെയാണ് ആർട്ടിക്കിൾ വരുന്നത് നമുക്കറിയാം. എ ബേർഡ് ഇൻ ദ ഹാൻഡ് വർത്ത് 2 ഇൻ ദ ബുഷ്. ബുഷിലുള്ള 2 കിളികളെക്കാൾ നമ്മുടെ കയ്യിലുള്ള ഒരു കിളിയാണ് അല്ലെ ബെസ്റ്റ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കളയരുത് എന്നാണ് പറയുന്നത് കേട്ടോ. സോ നമുക്ക് എ ദ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വേണം. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കഴിഞ്ഞ 4 ഘട്ടങ്ങളിലായിട്ട് ഇംഗ്ലീഷ് വന്നിട്ടത്. ഇംഗ്ലീഷ് നമ്മൾ നോക്കുമ്പോൾ കണ്ണൂർ ആണ് കുറച്ചുകൂടെ ടൈറ്റ്, ഒന്നുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള നമ്മുടെ ഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട്, ഈവൻ വൊക്കാബുലറി ആയി കഴിഞ്ഞാലും വളരെ ഈസി വൊക്കാബുലറി ഒക്കെ ആയിരുന്നു. സോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അടുത്ത ഘട്ടങ്ങളിൽ എഴുതുന്ന ആളുകൾക്കും എന്താണ് ഈസി ആയിട്ട് ഇംഗ്ലീഷിന് 10ൽ 10 മാർക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരാം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.